തൃശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകുന്നു. ചാവക്കാടിനും കാരുവ കടപ്പുറത്തിനും പിന്നാലെ ഗണേശമംഗലം കടപ്പുറത്താണ് കടലാക്രമണം രൂക്ഷമായത്. പ്രദേശത്തെ റോഡ് ഏതു സമയവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. വർഷങ്ങളായുള്ള കടലാക്രമണമാണ് മേഖലയിലുള്ളത്. കടൽ ഭിത്തികൾ നിർമ്മിച്ചത് പല ഭാഗത്തും കടലെടുത്തു. ഈ ഭാഗങ്ങളിലൂടെയാണ് വലിയ തോതിൽ കടൽ കരകയറുന്നത്. വാടാനപ്പള്ളി ബീച്ച് വരെ ഉണ്ടായിരുന്ന റോഡ് പകുതിയിലധികവും തകർന്നു. അവശേഷിക്കുന്ന ഭാഗം ഏതു നിമിഷവും തകരാമെന്ന അവസ്ഥയിലും. ഈ കടല് ഈ പറയുന്ന ഈ 2 ദിവസം ഇങ്ങനെ നിൽക്കാന്നുണ്ടെങ്കിൽ ഈ റോഡിന്റെ ഈ ഭാഗം കൂടി തകർന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള വീടുകളിലേക്ക് കൂടി വെള്ളം ഇരച്ചേർന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കടൽ കരകയറിയതിന്റെ ദുരിതം മഴക്കാലം കഴിഞ്ഞാലും തീരുന്നില്ല. ഇപ്പൊ ഈ കടൽക്ഷോഭം കാരണം ഇവിടെ ഈ കടൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തം വെള്ളമാണ്. ഇവിടെ ഈ വെള്ളം കഴിഞ്ഞാൽ വേനൽ വരുമ്പോൾ കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങൾ പലയിടത്തുനിന്നും ഞങ്ങൾ ടാക്സി ഡ്രൈവറാണ്, എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ കിഴക്ക് വീടുന്ന് ഞങ്ങൾ ടാക്സി ഓടി വരുമ്പോൾ അവിടുന്ന് വെള്ളം കൊണ്ടുവന്നിട്ടൊക്കെയാണ് കുടിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇറിഗേഷൻ വകുപ്പിന്റെ ഒല്ലൂർ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധന നടത്തി സംരക്ഷണ ഭിത്തി അടിയന്തരമായി സ്ഥാപിക്കേണ്ടതാണെന്ന് റിപ്പോർട്ട് നൽകിയതാണ്. കരിങ്കല്ല് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി താൽക്കാലിക പരിഹാര മാർഗമാണെന്നും മേഖലയിൽ ഇത് പര്യാപ്തമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുകയാണെങ്കിൽ പുനരധിവാസത്തിനും ഇവർ തയ്യാറാണ്. പക്ഷേ നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുൻകാല കടൽക്ഷോഭങ്ങളിൽ തകർന്ന വാടാനപ്പള്ളി ബീച്ച് റോഡിന്റെ ഏതു നിമിഷവും തകരാവുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. റോഡ് കടലിലേക്ക് മുൻപെങ്കിലും കടൽ ഭിത്തികൾ വരുമോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത്. ഹബീബ് കൊടുമുണ്ടയ്ക്കൊപ്പം അഖിൽ കെ, മീഡിയ 1, തൃശൂർ.